ജാർഖണ്ഡ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് അപ്രതീക്ഷിത തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് 4 വോട്ട് ചോർന്നതോടെ ബിജെപി പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പരിമൾ നത്വാനി വിജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രണവ് ഝായാണ് പരാജയപ്പെട്ടത്. വിവരങ്ങളുമായി ശരത്ലാൽ ചേരുന്നുണ്ട്. ശരത്ലാൽ, അങ്ങനെ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, കാരണം ജാർഖണ്ഡിൽ 2 സീറ്റിൽ എൻ ഡി എ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം വിജയിക്കുമെന്നായിരുന്നു വളരെ വ്യക്തതയോടെ കഴിഞ്ഞ ദിവസവും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. എന്നാൽ വളരെ വലിയൊരു അട്ടിമറി വിജയമാണ് അവിടെ ലഭിച്ചത്. കാരണം 21 സീറ്റാണ് BJPക്ക് അവിടെയുള്ളത്. കൂടാതെ NDAക്ക് വെറും 24 സീറ്റ് മാത്രമേ ഉള്ളൂ. 28 MLA-മാരുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ രണ്ടാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് NDAക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതാണിപ്പോൾ പരിമൾ നവതാനി എന്ന് പറയുന്ന BJP സ്വതന്ത്രൻ വിജയിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അട്ടിമറി വിജയം തന്നെയാണ്. BJPയെ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിക്കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ 1 വോട്ടും BJPയുടെ 2 വോട്ടും അസാധുവായി എന്നും കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ജാർഖണ്ഡിൽ, അതായത് കോൺഗ്രസിന് ആത്മവിശ്വാസമുള്ള ജാർഖണ്ഡിൽ, അതായത് ഇന്ത്യ സഖ്യത്തിന് 54 MLA-മാരുടെ പിന്തുണയുള്ള ഈ ജാർഖണ്ഡിലാണ് ഇത്തരമൊരു തിരിച്ചടി ഏറ്റിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയകരം. അതേപോലെ തന്നെ പരാജയപ്പെട്ടത് JMMന്റെ സ്ഥാനാർത്ഥിയല്ല, മറിച്ച് കോൺഗ്രസിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളത് കൂടി നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കണം. ശരി, ശരത്ലാലാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.